ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ കഴിഞ്ഞ ജനുവരി മാസം 21-ാം തീയതി ഞാനും ഹംസയുമായിട്ടുള്ള ഇസ്ലാം ക്രിസ്ത്യൻ ഡിബേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സംവാദത്തിലൂടെ കടന്നു പോയപ്പോഴും അതിനുശേഷമുണ്ടായിരുന്ന ഒരു അവലോകനമാണ് ഈ നിമിഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ മാസത്തിലെ ജനുവരി മാസത്തിലെ 2025 ജനുവരിയിലെ ആദ്യത്തെ ആഴ്ചയിൽ ഹംസ എന്ന വ്യക്തി ആരോ കൊടുത്ത ഒരു നമ്പർ വെച്ച് എന്നെ വിളിക്കുകയായിരുന്നു. ആ നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്തതിനു ശേഷം എന്നോട് ചോദിച്ചു, ഇങ്ങനൊരു വിഷയം, ഈ വിഷയത്തിൽ ഡിസ്കഷൻ താങ്കൾ ആഗ്രഹിക്കുന്നു, ക്രിസ്ത്യൻ ഇസ്ലാമിക വിഷയത്തിലാണ് താങ്കളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, നമുക്ക് ക്ലബ് ഹൗസ് വഴി സംസാരിക്കാം, മറ്റേതിന് വഴി സംസാരിക്കാം, ഒരാൾക്ക് വീഡിയോ എടുക്കണം എന്നൊരു ആവശ്യമാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, എന്താണ് വിഷയം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രക്ഷ അത് യേശുവിന്റെ കുരിശുമരണത്താലാണോ ന്യായ പ്രമാണത്താലാണോ, ഇതാണ് വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ബൈബിളിന്റെ വിഷയമാണ്, ഞങ്ങളത് സംസാരിക്കാറുള്ളതാണ്. യേശു മോശയുടെ ന്യായപ്രമാണത്തെ പൂർത്തീകരിച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇസ്ലാം ക്രിസ്ത്യൻ സംവാദമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇസ്ലാമിന്റെ വീക്ഷണത്തിലുള്ള നിത്യജീവന്റെ ആധാരം രക്ഷ, അതുപോലെ ബൈബിളിന്റെ വീക്ഷണത്തിലുള്ള നിത്യജീവന്റെ ആധാരം രക്ഷ. നിത്യജീവൻ എന്നാണ് അവർ പറഞ്ഞത്, ഞാനത് രക്ഷ എന്ന രീതിയിലേക്ക് മാറ്റിയത്. അപ്പോൾ അവർ പറഞ്ഞു, അത് വേണ്ട, ഇസ്ലാമിക വിഷയത്തിലേക്ക് വരണ്ട, ബൈബിൾ ഉപയോഗിച്ച് തന്നെ വേണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വിഷയങ്ങൾ ഖുർആനോ ഹദീസോ ഒക്കെ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവരത് താല്പര്യപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ അവരുടെ പ്രവാചകന്റെ നിന്ദയായി കരുതും. ആ രീതിയിലേക്ക് വരേണ്ടത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ എനിക്ക് ഡിബേറ്റ് വേണ്ട എന്ന് പറയാമായിരുന്നു. എങ്കിലും ഒരു മറ്റു മതസ്ഥനായ വ്യക്തിയുടെ സുവിശേഷം പറയാനുള്ള അവസരമായി ദൈവം എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും സുവിശേഷം പ്രസംഗിക്കുക എന്നതാണല്ലോ നമ്മുടെ ദൗത്യം. അപ്പൊ അതിനാൽ ഞാൻ ഈ വിഷയത്തോട് താങ്കളോട് സംസാരിക്കാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിലും യേശു ക്രിസ്തുവിന്റെ സുവിശേഷം നമുക്കൊരു വെളിച്ചമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ സംവാദത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നത്. അങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. തൃശ്ശൂർ വെച്ച് ഈ ഒരു സംവാദം എന്ന് പറയാനൊന്നുമില്ല, അവർ 4 പേര് വന്നു, ഞങ്ങൾ 4 പേരുണ്ടായി. ഞങ്ങൾ തമ്മിൽ ഈ ആശയം കൈമാറണം, അത് വീഡിയോ എടുക്കണം എന്നത് മാത്രമാണ് എൻ്റെ വിഷയം. ഞാനും ഒരു വീഡിയോ എടുക്കാൻ ആളെ സംഘടിപ്പിച്ചു, അദ്ദേഹം ചെയ്തു. അപ്പോൾ ഈ വിഷയം ഇവിടെ പറയുകയാണ്, നിത്യജീവൻ അല്ലെങ്കിൽ രക്ഷയ്ക്ക് ആധാരമായത് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണമാണ്, ന്യായപ്രമാണമാണ്. ഇവിടെ ന്യായപ്രമാണം എന്നൊന്നും പറയാനുള്ള കാരണമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം രക്ഷ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അള്ളാഹു നിയമം തന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ ക്രമപ്രകാരം അതിന്റെ വിധി പോലെ അനുഷ്ഠിക്കുക. പ്രവാചകന്മാരെ തന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ പ്രവാചകചര്യ, പ്രവാചകന്മാർ എങ്ങനെ ജീവിച്ചു അതിനനുസരിച്ച് അത് അവരുടെ ജീവിതത്തിൽ പകർത്തുക. ഈ 2 രീതിയിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ രക്ഷ ലഭിക്കും എന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിലുള്ള നിത്യജീവന്റെ ആധാരം. എന്നാൽ ക്രൈസ്തവ വീക്ഷണത്തിൽ രക്ഷ എന്ന് പറയുന്നത് പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. അതാണ് പ്രത്യേകത. നമ്മളത് ക്ലാസ്സിൽ അവതരിപ്പിച്ചു. അതായത് പല രാജാക്കന്മാരും പല ആളുകളും മതത്തെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉദാഹരണമൊക്കെ പറഞ്ഞു. തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ രാജ്യത്തെ എങ്ങനെയാണ് മതം ഉപയോഗിച്ച് വളർത്തിയത്,
ഇതുപോലെ തന്നെ മറ്റു രാജാക്കന്മാർ, അശോക മഹാരാജാവ്, അതുപോലെ മറ്റു മതങ്ങൾ എല്ലാം തന്നെ ഇതാണ് പറയുന്നത്. ദൈവം പ്രവാചകന്മാരെ അയക്കുന്നു, ദൈവത്തിന്റെ ഭൂമിയിലേക്ക് വരാൻ സാധ്യമല്ല, ദൈവം ഒരു പുസ്തകം കൊടുക്കുന്നു, അതിന് കുറെ നിയമം എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് ജീവിക്കണം. ഇതാണ് ആത്യന്തികമായി എല്ലാ മതങ്ങളുടെയും, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിന്റെയും രക്ഷയുടെ മാർഗം എന്ന് പറയുന്നത്. ഇത് ഞാൻ അവിടെ അവതരിപ്പിച്ചു. എന്നാൽ ക്രിസ്തു മതത്തിന് വളരെ വ്യത്യാസമുണ്ട്, അത് ഞാൻ അവിടെ അവതരിപ്പിച്ചു. അതായത് ദൈവം മനുഷ്യനെ ഇതുപോലെ ബലഹീനനായി ദുർബലനായി സൃഷ്ടിക്കുകയില്ല. ദൈവം ഭൂമിയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്തവനുമല്ല. അപ്പോൾ മനുഷ്യനെ അതിന്റെ സമ്പൂർണതയിൽ സൃഷ്ടിച്ചു. അതാണ് ഏതെൻ തോട്ടത്തിലുള്ള ആദവും. എന്നാൽ പാപം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് അനുസരണക്കേടിലൂടെയാണ് കടന്നു വരുന്നത്. അത് നിയമം അനുസരിക്കാതിരുന്നപ്പോഴാണ് കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നിയമം എന്ന് പറയുന്നത് ദൈവിക നിയമമാണ്. ഞാൻ വളരെ എടുത്തെടുത്ത് പറഞ്ഞു, ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം. അത് പുസ്തകത്തിൽ എഴുതിയ കഥയൊന്നുമല്ല. ആ നിയമം അനുസരിച്ച് ജീവിക്കുവാൻ അതിന് കഴിഞ്ഞില്ല. ദൈവത്തിന്റെ നിയമം, ആ നിയമം പുസ്തകത്തിലല്ല ഇരിക്കുന്നത്, മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ നിയമം ഇരിക്കുന്നു, മനസാക്ഷിയുടെ നിയമം. അതിനെ ജ്വലിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പാപം വഴി ഏതെൻ തോട്ടത്തിൽ ആദ്യത്തിന് ഹവ്വയ്ക്കും പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു, മരണം കടന്നു വന്നു, ഏതെൻ തോട്ടത്തിൽ പുറത്താക്കപ്പെട്ടു. ഈ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ രക്ഷ വേണമെങ്കിൽ എന്നെ കൊണ്ട് തന്നെ എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. ഞാൻ കുറെ നിയമങ്ങൾ അനുസരിച്ചാൽ എന്നെ രക്ഷിക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്നതിനാൽ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിന്റെ പരിഹാരമായ, അതായത് നീതിയെയും കരുണയെയും ഒരുമിപ്പിച്ചു. ദൈവം നീതിമാനാണ്, ദൈവം കാരുണ്യവാനാണ്. നീതിയെയും കരുണയെയും ഒരുമിപ്പിച്ചു. അതാണ് യേശുവിന്റെ കുരിശു മരണം. പരിശുദ്ധനായവൻ പാപികൾക്ക് വേണ്ടി മരിച്ചതിനാൽ പാപികളായ നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ അവകാശമുണ്ട്. അഭിമാനപൂർവ്വം നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ഇതാണ് രക്ഷയുടെ മാർഗമായി ഞാൻ അവതരിപ്പിച്ചത്. അതിനാൽ അതുവരെ മോശയുടെ പ്രമാണം, മോശയുടെ നിയമങ്ങൾ, അതിലൊരു അപൂർണതയുണ്ട്. പഴയ നിയമത്തിന്റെ അപൂർണത. ദൈവമല്ല അത് ഇസ്രായേൽ ജനത്തോട് പറയുന്നത്. ദൈവത്തിൽ നിന്ന് മോശയ്ക്ക് ലഭിച്ച് മോശ വഴി അത് ഇസ്രായേൽ ജനത്തിന് ലഭിക്കുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ ആ വെളിപാടിന് ഒരു അപൂർണതയുണ്ട്. ഈ അപൂർണമായ വെളിപാടിന് ഹെബ്രായത്തിൽ പറയുന്നത് പോലെ ഭാഗമായി നൽകപ്പെട്ടു, ഘട്ടമായി നൽകപ്പെട്ടു എന്നതുപോലെ രണ്ട് രീതിയിലുള്ള വീക്ഷണമുണ്ട്. അബ്രാഹാം എന്ന് പറയുന്നത് ഡയപ്പറിന്റെ ചെറിയ കുട്ടി, മനുഷ്യകുലത്തിന്റെ പ്രായം അതാണ്. മോശ എന്ന് പറയുന്നത് 2 വയസ്സായി പ്രായമുള്ള കുഞ്ഞി. അപ്പൊ അതുപോലെ വളർത്തിക്കൊണ്ടുവന്ന് യൗവനത്തിന്റെ പാരമ്പര്യത്തിൽ ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യകുലത്തോട് സംസാരിക്കുന്നു. ഈ ഒരു കൺസെപ്റ്റിലൂടെയുള്ള വീക്ഷണമുണ്ട്. അതുപോലെ തന്നെ അബ്രാഹത്തിന് അല്ലെങ്കിൽ മോശയ്ക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന വെളിപാടിനൊരു അപൂർണതയുണ്ട്. ദൈവത്തെ അവർക്ക് എത്രമാത്രം സ്വീകരിക്കാൻ സാധിക്കുമോ അത്രമാത്രമാണ് അവർക്ക് പറയാൻ സാധിക്കുന്നത്. അവരുടെ കുറവല്ല, അവർക്ക് കിട്ടിയ കഴിവിന്റെ മാക്സിമം അവർ ഉപയോഗിക്കുന്നുണ്ട്. ദൈവം തന്റെ പ്രകാശം പൂർണ്ണമായും അവരുടെ മുമ്പിൽ വീശുന്നുമുണ്ട്. എന്നാൽ അത് സ്വീകരിക്കുവാനുള്ള മനുഷ്യന്റെ കപ്പാസിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ദൈവിക നിയമങ്ങളെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് പല നിയമങ്ങളും അപൂർണമാണ്. ഇത് ഞാൻ വളരെ വ്യക്തമായി അവിടെ അവതരിപ്പിച്ചു. മോശയുടെ നിയമത്തെ വെച്ച് കാണുമ്പോൾ തന്നെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് തുടങ്ങിയ നിയമങ്ങളുണ്ട്. അരുതുകളാണ് പറയുന്നത്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. എന്നാൽ യേശുക്രിസ്തു ഈ പ്രമാണങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നു, റദ്ദാക്കുകയെല്ലാം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതും ഞാൻ വളരെ വ്യക്തമായി സംവാദത്തിൽ പറഞ്ഞു. റദ്ദാക്കുകയെല്ലാം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ ചില നിയമങ്ങൾ റദ്ദാക്കപ്പെടുന്നുണ്ട്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞു. പന്നി കഴിക്കണമോ പശു കഴിക്കണമോ? ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം പന്നി ഇറച്ചി കഴിക്കാൻ പാടില്ല, ഒട്ടകത്തിന്റെ ഇറച്ചി കഴിക്കാൻ പാടില്ല, മുയലിന്റെ ഇറച്ചി കഴിക്കാൻ പാടില്ല. എന്നാൽ നിയമം യേശുക്രിസ്തു പൂർത്തീകരിക്കുമ്പോൾ ഒരുവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ആശ്രിതമാക്കുന്നത്, അല്ലാതെ വായിലൂടെ ഉദരത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. ഇത്രയുമാണ്
രക്ഷയെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലുള്ള രക്ഷ, അതുപോലെ തന്നെ നിയമത്തിന് ഇത്ര മാത്രമേ സാധിക്കൂ എന്നുള്ള കാര്യം വ്യക്തമായി ഞാൻ അവതരിപ്പിച്ചത്. അപ്പോൾ ഇവരുടെ വാദം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. ദൈവം കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്ക് നിയമം കൊടുത്തിട്ടുണ്ട്. ആ നിയമം എല്ലാം ഒന്ന് തന്നെയാണ്. മോശയ്ക്ക് കൊടുത്ത നിയമമായാലും, യേശുവിന് കൊടുത്ത നിയമമായാലും, മുഹമ്മദിന് കൊടുത്ത നിയമമായാലും എല്ലാം ഒന്ന് തന്നെയാണ്. അതിനാൽ ആ നിയമം ദൈവിക നിയമമാണ്. അതിൽ അപൂർണതമായി ഒന്നും തന്നെയില്ല. അത് അതുപോലെ തന്നെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ സ്വർഗ്ഗം ലഭിക്കും. ഇതാണ് ഇവരുടെ പ്രഥമമായ വാദം. അപ്പോൾ ഞാൻ പല വിഷയങ്ങളും അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഇതല്ല നിയമം. യേശു 10 പ്രമാണങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിച്ചത് വളരെ വ്യക്തമായി ഓരോന്നായി അടിമരേണ്ടി ഞാൻ പറഞ്ഞു. ദൈവത്തിന്റെ നാമം വൃദ്ധ ഉപയോഗിക്കരുതെന്നതിനെ ദൈവത്തിന്റെ നാമം എങ്ങനെ ഉപയോഗിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനത് മറ്റൊരു ദൈവത്തിനൊക്കെ ഉണ്ടാകരുതെന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ ഓരോരുത്തരും ദൈവമക്കളാണ് എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടിലേക്ക് യേശു വളർത്തി. ദൈവത്തെ യജമാനെ എന്ന് വിളിച്ചെടുത്ത്, ദാസന യജമാനെ സേവിക്കുന്നവരെ സേവിക്കുന്നിടത്ത് ലോഡ് എന്ന് യഹൂദന്മാർ വിളിച്ചെടുത്ത് ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ യേശു പഠിപ്പിച്ചു. സാപത്തിനെ നിയമപരമായി എങ്ങനെ പാലിക്കണമെന്ന് ചിന്തിക്കുന്ന യഹൂദന്മാരെടുത്ത് സാപത്തിനെ എങ്ങനെ നന്മ പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് യേശു പഠിപ്പിച്ചു. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന വസ്തുതയെ യേശു ക്രിസ്തു കണ്ണിന് പകരം കണ്ണല്ല, പല്ലിന് പകരം പല്ലല്ല, നീ ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ വ്യഭിചാരം എന്ന് പറയുന്നത് സ്ത്രീയുടെ വസ്ത്രമാണെന്ന് പറയുന്നിടത്ത് അങ്ങനെയല്ല. ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു. പുരുഷനെ വിവസ്ത്രയായ സ്ത്രീയെ എങ്ങനെ നോക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും പാപം. അതുപോലെ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ ഭർത്താവിനെ മോഹിക്കരുത് എന്ന യഹൂദന്മാർക്ക് നിയമമില്ല. കാരണം ബഹുഭാര്യത്വമുണ്ട്. ഒരുവരുടെ മറ്റൊരുവരുടെ ഭർത്താവിനെയാണ് മോഹിക്കുന്നത്. കാരണം 2 ഭാര്യയുണ്ട്. എന്നാൽ യേശു അതെല്ലാം മാറ്റി ഏകഭാര്യത്വം എന്താണെന്ന് പഠിപ്പിച്ചു. ആകുന്നത് ഹോവയേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ നിയമങ്ങളെ യേശു ക്രിസ്തു എങ്ങനെയാണ് പൂർത്തീകരിച്ചത്? ആ നിയമം പാലിക്കുവാൻ കൃപ വേണമെന്നും ആ കൃപയ്ക്ക് പരിശുദ്ധാത്മാവ് കൂടിയെത്തിയിരുന്നു എന്നും ഞാൻ അവിടെ അവതരിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകം ശ്രദ്ധിക്കണേ. നിയമം എന്താണെന്ന് പഠിപ്പിച്ചു, നിയമം എങ്ങനെ അനുസരിക്കണമെന്ന് പഠിപ്പിച്ചു, അനുസരിക്കാൻ സഹായകരമായ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിച്ചു, പരിശുദ്ധാത്മാവില്ലാതെ ഈ നിയമം അനുസരിക്കാൻ സാധ്യമല്ലെന്ന് പഠിപ്പിച്ചു. എന്നിട്ടും അവർ ചോദിക്കുകയാണ്, അവർ മാറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് തന്ത്രം എന്ന് പറയുന്നു. അത് നിയമം അനുസരിക്കേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു എന്നാണ്. നിയമങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ ഞാൻ നിയമം അനുസരിക്കേണ്ട എന്ന് പഠിപ്പിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് നിയമങ്ങൾ അനുസരിക്കരുതെന്ന് പറയുന്നത് വ്യർത്ഥമായ സ്നേഹമില്ലാത്ത നിയമങ്ങൾ. അവയാണ് ഉദാഹരണം പറഞ്ഞു. പരിച്ഛേദന, ആ ഒരു വിഷയം എടുത്തുകൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു. എന്തിനെന്നറിയാത്ത കുറെ നിയമങ്ങൾ ഇതാചരിച്ചതിനെ പറ്റി ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ദൈവം തന്നു, നമ്മൾ അനുസരിക്കുക, അത്രയേ ഉള്ളൂ. അതോടുകൂടി എന്റെ ചോദ്യങ്ങളുടെ ആവശ്യം കഴിഞ്ഞു. പിന്നെ നമുക്ക് മനസ്സിലാക്കാലോ, ഏതൊരു അനാവശ്യമായ നിയമങ്ങൾ ദൈവം തന്നതുകൊണ്ട് അനുസരിക്കുക എന്ന് പറയുന്നത് തന്നെ അതിന്റെ യുക്തിയില്ലായ്മ, ആ നിയമത്തിന്റെ യുക്തിയില്ലായ്മ. അതിനാൽ തന്നെ അത് ദൈവികമല്ലാത്ത അവസ്ഥ. ഇത് തിരിച്ചറിയണം എന്ന് ഞാൻ അവരെ ഉത്ബോധിപ്പിച്ചു. ഇതാണ് നിയമം എന്ന വിഷയത്തിൽ ഞാൻ അവരോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനൊരു കൂടി ലാസ്റ്റ് പറഞ്ഞു. ഒരു സന്യാസി ഒരു പൂച്ചയെ കെട്ടിയിട്ട് ശിഷ്യന്മാരെ വിളിച്ച് പൂജ നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ സന്യാസി മരിച്ചുപോയി. അപ്പോൾ ശിഷ്യന്മാർ പൂച്ചയെ കെട്ടി വീണ്ടും പൂജ ആരംഭിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ പൂച്ച ചത്തുപോയി. അപ്പോൾ ശിഷ്യന്മാർ പൂച്ചയെ ഒരെണ്ണം വാങ്ങി അതിനെ കെട്ടിയിട്ടിട്ടാണ് പിന്നെ പൂജ നടത്തിയത്. എന്തുകൊണ്ട്? ഇന്നലെ ചെയ്തൊരു അബദ്ധം ഇന്നത്തെ ആചാരമാണ്, നാളെ ശാസ്ത്രമാണ്. പല ഇസ്ലാമിക നിയമങ്ങളും നമുക്കറിയാം. അന്ന് ചെയ്ത 6-ാം നൂറ്റാണ്ടിലെ അബദ്ധങ്ങൾ ഇന്നത്തെ ആചാരമായി മുന്നോട്ട് പോകുന്നു. നാളെ ശാസ്ത്ര ഗ്രന്ഥങ്ങളാക്കുന്നു. ഇതിന്റെ ഒരു ബലഹീനത, ദൈവികമല്ലാത്ത
കാലത്തെ അതിജീവിക്കാനാകാത്ത നിയമങ്ങളുടെ ദൈവികമല്ലാത്ത അവസ്ഥയെ ഞാൻ തുറന്നു കാണിച്ചു. അപ്പോൾ ഈ വിഷയമാണ് ഞാൻ ഈ ഡിബേറ്റിൽ അവതരിപ്പിച്ചത്. അത് ഞാൻ വളരെ വിജയകരമായി അവസാനിപ്പിക്കുകയും ചെയ്തു. ഇനി അവരുടെ പക്ഷത്ത് നിന്ന് എപ്രകാരമാണ് ഈ ഡിബേറ്റിനെ അവർ കണ്ടത് എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് അവരുടെ സംവാദ അവലോകനം കൂടി കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇതനുസരിച്ച് അവർ ആദ്യമേ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമാണം ഒന്നും തന്നെ പറയാനില്ല. അവർക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സുവിശേഷം പറയുന്നതിനുള്ള അവസരമായിട്ട് തന്നെ ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ ഒന്നാമത്തെ അവരുടെ പ്രഥമമായ ഒരു ചോദ്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിന് മുമ്പുള്ള ജനം എപ്രകാരമാണ് രക്ഷ പ്രാപിച്ചത്? യേശുക്രിസ്തു വന്നതിന് ശേഷമാണല്ലോ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം. അപ്പോൾ അബ്രാഹാം, ദാവീദ് അങ്ങനെയുള്ള പ്രവാചകന്മാർ യേശുക്രിസ്തുവിന് മുമ്പുള്ള ജനം എങ്ങനെയാണ് രക്ഷ പ്രാപിച്ചത്? ഇതാണ് ഒന്നാമത്തെ പ്രസക്തമായ ചോദ്യം. ഞാനതിന് മറുപടി പറഞ്ഞില്ലെന്നാണ് പലപ്പോഴും പറയുന്നത്. എൻ്റെ അവതരണം, വിഷയ അവതരണത്തിൽ തന്നെ ഞാനതിന് മറുപടി പറഞ്ഞതുകൊണ്ട് എനിക്ക് അധികമായിട്ട് പിന്നീട് പറയേണ്ടതുണ്ട്. എന്താണ് ആ മറുപടി? ഏതെന്തോടത്ത് പുറത്താക്കപ്പെട്ട മനുഷ്യർ ആരും തന്നെ പരിശുദ്ധരല്ല. ദൈവം പരിശുദ്ധനായതുകൊണ്ട് പരിശുദ്ധിയുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഇവർക്ക് ആർക്കും അർഹതയില്ല. അതിനാൽ ദൈവം അവരെ നരകത്തിന് മുകളിൽ ഒരു പാതാളം എന്ന അവസ്ഥയിൽ സൂക്ഷിച്ചു. യേശുക്രിസ്തുവിന്റെ കുരിശു മരണം വരെ ഈ ആത്മാക്കളെയെല്ലാം പാതാളം അല്ലെങ്കിൽ അബ്രാഹത്തിന്റെ മടി എന്ന അവസ്ഥയിൽ സൂക്ഷിച്ചു. ഇതാണ് കത്തോലിക്ക സഭയുടെ പ്രബോധനം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാനി ലാസറിന്റെ ഭൂമിയിൽ അബ്രാഹത്തിന്റെ മടിയിലേക്ക് അവിടെ മോശം പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ധനവാൻ പറയുന്നുണ്ടല്ലോ. അവിടെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അബ്രാഹത്തിന്റെ മടി എന്ന് പറയുന്നത് സ്വർഗമല്ല, പാതാളമാണ്. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു. യാക്കോബ് തന്റെ മകനായ ജോസഫ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ വിലപിക്കുന്നത്, നിങ്ങൾ എനിക്ക് പാതാളത്തിൽ സ്വസ്ഥത തരികയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ പഴയ നിയമ പുസ്തകങ്ങളൊന്നും തന്നെ, ഇപ്പം നിയമം തന്നത് മോശയ്ക്കാണെങ്കിൽ മോശയുടെ ദൈവം പറഞ്ഞിട്ടില്ല നിയമം അനുസരിച്ച് ജീവിച്ച നീ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നീ നരകത്തേക്ക് പോകും എന്ന് ബൈബിളിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. കാരണം അങ്ങനെ ഒരു വിശ്വാസം യഹൂദന്മാർക്കില്ല. യേശുവിന്റെ കാലഘട്ടം എത്തുമ്പോഴേ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് വേണമെന്ന് പറയുമ്പോൾ പ്രമാണങ്ങളെ അനുസരിക്കുക എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കില്ല. യേശു എന്ന് പറയുന്നുണ്ട് പ്രമാണങ്ങൾ അനുസരിക്കുക. ഈ പ്രമാണങ്ങൾ ഏതായിരിക്കണമെന്ന് യേശു പറയുന്നുണ്ട്. അത് മോശയുടെ നിയമങ്ങളല്ല, അതിന് അപ്പുറത്തേക്ക് നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്ന് എന്നോട് അനുഗ്രഹിക്കുക. ഇതാണ് രണ്ടാമത്തെ വിഷയം യേശു പറയുന്നത്. വേറെ സ്ഥലത്ത് യേശു പറയുന്നത് നിന്റെ അയൽക്കാരനാണെന്ന് കണ്ടെത്താൻ ഈ നല്ല അയൽക്കാരന്റെ ഉപമ പറയുക, സമറിയക്കാരന്റെ ഉപമ. ആ ഉപമയിൽ വളരെ പ്രത്യേകതയുണ്ട്. ലേവിയും പുരോഹിതനും പ്രവൃത്തിയാൽ അധിഷ്ഠിതമായ നീതി അന്വേഷിച്ചുകൊണ്ട് മൃതശരീരത്തിൽ തൊട്ടാൽ അശുദ്ധമാകും, അതുകൊണ്ട് ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അർദ്ധപ്രാണനായി കിടക്കുന്ന വ്യക്തിയെ കടന്നു കളയുന്നതും പുറകെ വരുന്ന വിജാതിയെ അവരുടെ കരുണ കാണിക്കുന്നതും അങ്ങനെ അയൽക്കാരനാകുന്നതും യേശുക്രിസ്തു അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു വസ്തുത ഞാൻ പറഞ്ഞു. എപ്രകാരമാണ് രക്ഷ പ്രാപിക്കുന്നത്? ഇവർ പാതാളത്തിലായിരിക്കും, അബ്രാഹത്തിന്റെ മടി എന്ന അവസ്ഥയിലാണ് അവർ. ആ അവസ്ഥയിലേക്ക് യേശു മരിച്ച ആത്മാവ് പ്രവേശിക്കുമ്പോൾ, യേശുവിന്റെ ആത്മാവിൽ വ്യാപൃതമായി ദൈവവചനമാകുന്ന ദൈവം പുത്രൻ തന്നെ അവിടെ എത്തുമ്പോൾ ഈ ആത്മാക്കളെയെല്ലാം ക്രിസ്തുവോട് ചേർത്ത് വെച്ച് ഉയർക്കും. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഉയർക്കും. അതാണ് യേശു മരിച്ചതിന് ശേഷം പ്രേതാലയം തുറക്കപ്പെടുന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളെ കൂടെ കൊണ്ടുവന്നു എന്നാണ് പത്രോസ്ലീഹ ഈ ഒരു വിഷയത്തെ ആധാരമാക്കി പറയുന്നത്. ഈ വിഷയമാണ് യേശുക്രിസ്തുവിന് മുമ്പുള്ള ആളുകൾ എങ്ങനെയാണ് രക്ഷ പ്രാപിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം. പക്ഷെ ഇത്രയും
ഡെപ്തിലുള്ള ആഴത്തിലുള്ള ആ വിശ്വാസ കാര്യങ്ങൾ ആദ്യമായി കേൾക്കുന്നതിന്റെ പരിഭവമായിരിക്കാം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഒരിക്കൽ കൂടി അത് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്ന രീതിയിൽ പറയുന്നത്. ഇനി രണ്ടാമത് അദ്ദേഹം ചോദിച്ച പ്രസക്തമായ ചോദ്യം, ആ ചോദ്യപ്രകാരമായിരുന്നു, യേശുക്രിസ്തുവിന് മുമ്പ് ആരെങ്കിലും യേശുവിന്റെ കുരിശുമരണത്തിലാണ് രക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ജനം അങ്ങനെ വിശ്വസിച്ചിരുന്നു? ഇനി യേശുക്രിസ്തുവിന് ശേഷം പൗലോസ് അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ രണ്ട് ചോദ്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തുവിന് മുമ്പ് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന് ശേഷം ശിഷ്യന്മാർ അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് പൗലോസ് അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ വളരെ വ്യക്തമായി ഈ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്തു. യേശുക്രിസ്തുവിന് മുമ്പ് എപ്രകാരമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത് ഏതോ തൊട്ടതിൽ രക്ഷകനെ വാഗ്ദാനം ചെയ്യുമ്പോൾ, ശ്രദ്ധിക്കണേ, രക്ഷയെ കുറിച്ചാണ് പറയുന്നത്. രക്ഷകനെ വാഗ്ദാനം ചെയ്യുമ്പോൾ ആ രക്ഷകൻ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, അവന്റെ കുതിക്കാൽ സർപ്പത്തിന്റെ സന്തതി തകർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് രക്ഷകനുള്ള വാഗ്ദാനം ഒരു തെളിവായിരുന്നു. ഈ രണ്ടാമത് തെളിവ് ഞാൻ വെച്ചു. അബ്രാഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി മോരിയാമലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. ഇതൊരു പ്രവചനമാണ്. ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടി കുരിശു ചുമന്നുകൊണ്ട് യേശുക്രിസ്തു പോകും എന്നുള്ളതിന്റെ പ്രവചനം. പിതാവിന്റെ പുത്രൻ അബ്രാഹത്തിന്റെ മകൻ ഇസ്ഹാക്ക് ചുമലിൽ വിറകുമായി മോരിയാമല, അതായത് യെരൂശലേം മല കയറുമ്പോൾ അത് ഇന്നിന്റെ പ്രവചനം, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ പ്രവചനമാണ്. ഇതാ ലോകത്തിന്റെ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇസ്ഹാക്കിനെ മാറ്റി ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കുമ്പോൾ ശ്രാപയോഹന്നാൻ പറഞ്ഞ വാക്കുകൾ, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്താ പറഞ്ഞത് ശ്രാപയോഹന്നാൻ? ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന, പാപം നീക്കുന്നതാണ് രക്ഷ. പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അറക്കപ്പെടാനുള്ള കുഞ്ഞാട്, ബലിയർപ്പിക്കപ്പെടാനുള്ള കുഞ്ഞാട് എന്ന് പറഞ്ഞ് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു എന്ന് ഇത് രണ്ട് ഭാഗത്തെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഈ പ്രസക്തമായ ഭാഗം എടുക്കാൻ കാരണമുണ്ട്. ഇസ്ലാം വിശ്വാസികൾ ആചരിക്കുന്ന ബലിപ്പെരുന്നാളിന്റെ പശ്ചാത്തലത്തിലുള്ള വിഷയം കൂടിയാണ്. അവർക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ പറ്റിയ വിഷയം യേശുവിന്റെ കുരിശുമരണത്തെ. ഇനി അവർ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ യേശുവിന്റെ കുരിശുമരണത്തെയാണ് അവർ ധ്യാനിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ലിറ്റർജിയിൽ നമ്മൾ വായിക്കുന്ന രംഗാണ്. ഇനി അടുത്ത് ഞാൻ പറഞ്ഞു, ദാവീദിന്റെ 22-ാമത്തെ സങ്കീർത്തനം. അത് യേശു കുരിശിൽ പാടിയ പാട്ടാ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? യേശു കുരിശിൽ കിടന്ന് പാടുന്ന സങ്കീർത്തനം 22. അല്ലാതെ യേശു ദൈവമേ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. അത് അറിയാത്തതുകൊണ്ടാണ് ഇവരങ്ങനെ കരുതിയിരിക്കുന്നത്. സങ്കീർത്തനം 22-ലെ 1-ാമത്തെ വരിയാണത്. 1-ാമത്തെ വരി പാടിയത് മുഴുവൻ പാടിയെന്നർത്ഥം. അതിൽ പറയുന്ന വചനഭാഗം കൊണ്ട് അവർ എന്റെ കൈക്കാലുകൾ കുത്തിത്തുളച്ചു, അവർ എന്റെ മേലയ്ക്ക് വേണ്ടി നറുക്കിട്ടെടുത്തു എന്ന് പറയുന്ന പ്രവചന ഗീതങ്ങൾ അതിലാണുള്ളത്. അത് ഞാൻ അവതരിപ്പിച്ചേ. അടുത്തത് യേശയ്യായുടെ പുസ്തകത്തിൽ കർത്താവിന്റെ ദാസൻ എന്ന് പറയുന്ന പ്രവചനമാണുണ്ട്. നമുക്കറിയാം, അത് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച വായിക്കുന്ന ഭാഗമാണ്. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ എത്യോപ്യക്കാരന്റെ അടുത്ത് ഫിലിപ്പോസ് പറയുന്നത്. എത്യോപ്യക്കാരെ ഈ വചനഭാഗം വായിച്ചിട്ട് എന്താ സംഭവം, ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അപ്പോഴാണ് യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഫിലിപ്പോസ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ഞാൻ ഇപ്രകാരം പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ആ വചനഭാഗം ഒന്ന് കേൾക്കാം. യേശയ്യായുടെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിലാണ് അത് കാണാൻ സാധിക്കുക. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്നത് 4-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കാൻ പോവുകയാണ്. അതിന് മുമ്പിൽ ഞാൻ പറയുന്നുണ്ട്, എങ്കിൽ 4-ാമത്തെ വാക്യം ഷോർട്ടായിട്ട് വായിക്കുകയാണ്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. എന്ന് നൽകി? രക്ഷ നൽകി.
അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവന്റെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. എന്റെ ജനത്തിന്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തിട്ടില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടിട്ടില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടെ നിന്നാണ് അവന് ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയെ തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. യെശയ്യായുടെ പുസ്തകത്തിലുള്ള യേശുവിന്റെ കുരിശുമരണത്തെ കുറിച്ചുള്ള പീഡാനുഭവത്തെ കുറിച്ചുള്ള പ്രവചന ഭാഗമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു ചെന്നു. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു തന്നെ 3 തവണ തന്റെ പ്രവചനങ്ങളിലൂടെ, 1-ാം പീഡാനുഭവ പ്രവചനം, 2-ാം പീഡാനുഭവ പ്രവചനം, 3-ാം പീഡാനുഭവ പ്രവചനം എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ കുരിശുമരണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ യേശു പറഞ്ഞിട്ടുള്ള പല വചനങ്ങളുണ്ട്. അത് ഞാൻ നല്ല ഇടയനാണ്, ഇടയൻ ആളുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവനുള്ളവരുടെ സമൃദ്ധമായി ഉണ്ടാകുന്നതുമാണ്, ഞാൻ അവർക്ക് ജീവൻ മോചനത്തിന് വേണ്ടി നൽകുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്. ഇങ്ങനെ തുടങ്ങി യേശു പറഞ്ഞിട്ടുള്ള പ്രഭാഷണ പരമ്പര ഇഷ്ടം പോലെ. അപ്പോൾ അടുത്ത ഭാഗത്ത് കടക്കുകയാണ്. ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് യോനായുടെ, ഇവരെ സംബന്ധിച്ചുള്ള യൂനസ് പ്രവാചകനാണ്. യൂനസ് 3 ദിവസം തിമിംഗലത്തിനുള്ളിലായിരുന്നു. അത് യേശുവിന്റെ കുരിശുമരണത്തിന്റെ 3 ദിവസത്തെ ഭൂമിക്കടിയിലുള്ള വാസത്തിന്റെ പ്രതീകമാണെന്ന് യേശു പറഞ്ഞു. ഇത് ഞാൻ അവിടെ സൂചിപ്പിച്ച് ഇങ്ങനെ യേശുവിന്റെ കുരിശുമരണത്തെ പറ്റി പറഞ്ഞു. ഇനി ഇത് എപ്രകാരമുള്ള രക്ഷയാണെന്നുള്ളത് പത്രോസ്ലീഹായുടെ ഒന്നാമത്തെ പ്രസംഗത്തിൽ പത്രോസ്ലീഹ ഓരോന്നോരോന്നോരായി അവതരിപ്പിക്കുന്നത് യേശുവിന്റെ കുരിശ് നിറച്ചു പോകുന്നത് പ്രകാരമാണ്. അങ്ങനെ നിങ്ങൾ ജീവന്റെ നാഥനെ കൊന്നു, ജീവന്റെ നാഥൻ. അതിനാൽ എന്ത് സംഭവിച്ചു? അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. അതിനാൽ അവൻ ഉയർത്തെഴുന്നേറ്റു. വളരെ വ്യക്തമായി ആത്മാവിന്റെ രക്ഷയും ശരീരത്തിന്റെ ഉയർപ്പിനെയും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവിനെ തരാനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി ഞാൻ അവിടെ പറഞ്ഞതാണ്. അപ്പോൾ ഇദ്ദേഹം എന്നോട് വീണ്ടും ചോദിക്കുക, അവിടെയൊന്നും യേശുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് യാതൊരു പ്രതിപാദനവുമില്ല, അവിടെയൊന്നും യേശുവിന്റെ രക്ഷയെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സാധാരണ ഉരുണ്ട് കളിക്കുക എന്ന് പറയുന്നത്. ഇത്രയധികം പ്രവചനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉരുണ്ട് കളിക്കുക എന്ന് പറയുന്നത്, കാരണം ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഈ ഉത്തരം അവർക്ക് ലഭിക്കാൻ പാടില്ല. ഇവർ ഉദ്ദേശിച്ചൊരു ഉത്തരമുണ്ട്, ആ ഉത്തരം മാത്രമേ ലഭിക്കാവൂ. എന്താണ് ഉത്തരം എന്ന് അറിയേണ്ടത് അവർക്ക്? ആ ഉത്തരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം രണ്ടാമത്തെ വിഷയത്തിൽ ചോദ്യം അവതരിപ്പിക്കുമ്പോൾ വളരെയധികം പറയുന്നുണ്ട്. കയ്യഫാസ് പറഞ്ഞു, കയ്യഫാസ് പറഞ്ഞിട്ടൊന്നുമില്ല, പൗലോസ്ലീഹ പറഞ്ഞു എന്ന് നിങ്ങൾ പറയും. ഇതാണ് അവർക്ക് ആവശ്യം. അതായത് ഇവർ ചോദിച്ചപ്പോൾ ആ ചോദ്യം ഉത്തരമായി ഞാൻ ഇങ്ങനെ പറയണമായിരുന്നു, പഴയ നിയമത്തിലൊന്നും അങ്ങനെ ഇല്ല, എന്നാൽ പൗലോസ്ലീഹ പുതിയ നിയമത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയണമായിരുന്നു. ഇതാണ് അവർ ആഗ്രഹിച്ച ഉത്തരം. അത് പറയാതെ ഞാൻ എല്ലാ പ്രവചനങ്ങളും പറഞ്ഞപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഹംസയെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് പോയ പോലെ. അതുകൊണ്ട് ഈ ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വീണ്ടും ഈ ചോദ്യം നൽകുകയാണ്. ആ ഉത്തരം ഇന്ന് ലഭിച്ചില്ല. ഞാൻ പറഞ്ഞു പൗലോസിന് എടുക്കേണ്ട ആവശ്യമില്ല. യേശു തന്നെ പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാ പൗലോസിന് എടുക്കേണ്ട ആവശ്യം? അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിയുക, നിങ്ങൾ തന്നെ തീരുമാനിക്കും ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ഉദ്ദേശിച്ച ഉത്തരം ഞാൻ പറഞ്ഞില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെ ഞാൻ പറയും? എനിക്കുള്ള ഉത്തരം പറഞ്ഞാൽ പോലെ. ഇവരൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമാണല്ലോ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ കുരിശുമരണം എന്ന് പറയുന്നത് നീതീകരണം എന്ന കൺസെപ്റ്റിലാണെങ്കിൽ, പത്രോസ്ലീഹായെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ കുരിശുമരണം എന്ന് പറയുന്നത് ബലിയർപ്പണം എന്ന കൺസെപ്റ്റിലാണ്. യഹൂദന്മാർക്ക് ഇത് ബലിയർപ്പണമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് പാപപരിഹാര ബലി, അതിന്റെ പൂർത്തീകരണം യേശുവിൽ കഴിഞ്ഞത്. അത് മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കാൻ വളരെ ഈസിയാണ്. കാരണം അവർ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നവരാണ്.
അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ആ ഉത്തരം തൃപ്തി പോരാ. കാരണം പൗലോസ്ലീഹയെ ഞാൻ എന്തെങ്കിലും പറയണം. അപ്പോൾ അദ്ദേഹം രണ്ടാമത്തെ ചോദ്യം കിടക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, യേശുവിന്റെ കുരിശു മരണത്തിലൂടെ എന്ത് രക്ഷയാണ് ലഭിച്ചത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിനും അദ്ദേഹം ഒരു ഉത്തരം സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. എന്താണ് ഉത്തരം പറയേണ്ടത്? ഇത് രസകരമായ ഉത്തരമാണ്. അദ്ദേഹം വിചാരിച്ചു ഞാൻ ഇങ്ങനെ പറയും, രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ പറയും, യേശുവിന്റെ കുരിശു മരണത്തിലൂടെ ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് ഞാൻ പറയും എന്നാണ് അദ്ദേഹം കരുതിയത്. അത് ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹം പറയട്ടെ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ യേശുവിന്റെ കുരിശു മരണത്തിലൂടെ ലഭിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. ആദ്യമേ പറഞ്ഞല്ലോ, നിത്യജീവൻ, പരിശുദ്ധാത്മാവ്, ഇത് രണ്ടാ ലഭിക്കേണ്ടത്. ഇതാണ് യേശുവിന്റെ കുരിശു മരണത്തിൽ ലഭിച്ചത്. നമ്മുടെ ആത്മാവിന്റെ രക്ഷ, നമ്മുടെ ശരീരത്തിന്റെ ഉയർപ്പ്. യേശു ക്രിസ്തു വിഭജിക്കപ്പെട്ടപ്പോൾ, ശരീരത്തും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ, അതാണ് പ്രകാശങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഈ ദാനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ സ്നാനം സ്വീകരിക്കണം. പത്രോസ് അതാണ് പ്രസംഗിച്ചത്. യേശുവിന്റെ കുരിശു മരണത്തിലൂടെ നിങ്ങൾക്ക് ഈ ദാനം ലഭിക്കും. അതിന് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വേറൊരു വിഷയമാണ്. അത് മുഹമ്മദിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് എന്ന സ്പിരിറ്റാണ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. നമ്മുടെ മലയാളത്തിലുള്ള ഈ ആത്മാവ് എന്ന് പറയുന്നത്, സ്പിരിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം അരുവി, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധമായ അരുവി, അതാണ് പരിശുദ്ധാത്മാവ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മുഹമ്മദിനെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ മുഹമ്മദ് എന്താ? ഹോളി സ്പിരിറ്റാണ്, അരുവിയാണോ? പ്രകടമായിട്ടുള്ള തെറ്റല്ലേ പറയുന്നത്? അപ്പോൾ അത് മറ്റൊരു വശം അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. അദ്ദേഹത്തിന് പറഞ്ഞ് വേറെ ഡിബേറ്റ്, ഓക്കെ, അത് വേറെ ഡിബേറ്റ് നമുക്ക് ചെയ്യാം. അതല്ലെന്ന് മനസ്സിലാകും. ഹോളി സ്പിരിറ്റിനെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അതാണ് യേശു വാഗ്ദാനം ചെയ്തത്. അതാണ് ലഭിക്കുന്നത്. രക്ഷ എന്ന് പറയുന്നത് അതാണ്. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് സുഖത്തേക്ക് പോകുന്നു. കൊളോസസ് 3:3 പറയുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ തിരുശരീരത്തിൽ നിഗൂഢമായി വസിക്കുന്നു. ഇതാണ് രക്ഷ എന്ന് പറയുന്നത്. ഞാൻ അവതരിപ്പിച്ചു. ഈ ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹം പ്രതീക്ഷിച്ചതിന് അപ്പുറമായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചത്, മൂന്നാമത്തെ ചോദ്യം വീണ്ടും ചോദിക്കുന്നത് ഇപ്രകാരമാണ്. അത് ആദ്യത്തെ ആളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞതാണ്. അത് ഞാൻ ഖണ്ഡിച്ചുകൊണ്ട് മറുപടി പറഞ്ഞതാണ്. അതിനുശേഷം വീണ്ടും ഇതേ ചോദ്യം അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ ചോദ്യം പ്രകാരമാണ്, പൗലോസ്ലീഹ ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ അദ്ദേഹം അത് എടുത്തിട്ട് പറയുകയാണ്, പൗലോസ്ലീഹ മോശയുടെ പ്രമാണങ്ങൾ അനുസരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോശയുടെ പ്രമാണങ്ങൾ റദ്ദാക്കപ്പെട്ട നിയമങ്ങളാണ് അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. അനുസരിക്കേണ്ടെന്നല്ല പറയുന്നത്, പ്രവൃത്തി അധിഷ്ഠിതമായ രക്ഷയിൽ ഒരു കാര്യവുമില്ല. അബ്രാഹാം വിധിക്കപ്പെട്ടത് വിശ്വാസത്തിലാണെന്ന കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിജാതിയുടെ അടുക്കൽ നിന്ന് ജെറുസലേം സഭയിലേക്ക് കടന്നു വന്ന പൗലോസിനെ ജെറുസലേമിലെ മെത്രാനായി യാക്കോബ് ശ്ലീഹ മറ്റ് 8 പേരോടുകൂടി തലമുണ്ടനം ചെയ്യുവാനും ജെറുസലേമിൽ വഴിപാട് അർപ്പിക്കുവാനും കൽപ്പിച്ചു. അത് അവർക്ക് വിധേയപ്പെട്ടുകൊണ്ട് പൗലോസ് ശ്ലീഹ ചെയ്തു. അതിനെ കുറിച്ചാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കണമെന്നാണല്ലോ ഇവർ പറയുന്നത്. ജെറുസലേമിലെ സഭയുടെ വിശ്വാസം അങ്ങനെയാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മൾ ബൈബിളിനെ വായിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം പറയാതെ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന, ഡയറക്റ്റ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം അത്രേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തോട് അത് വിഷയം അവതരിപ്പിച്ചു. ജെറുസലേം ദേവാലയം നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. ജെറുസലേം ദേവാലയത്തിന്റെ നാശം 40 വർഷത്തോളമുണ്ട്. ഈ തലമുറ കടന്നു പോകുന്നത് വരെ, ഈ തലമുറ എന്ന് പറഞ്ഞാൽ 40 അല്ല, അത് ഈ തലമുറ കടന്നു പോകുന്നത് വരെ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നില്ല എന്നാണ് യേശു പഠിപ്പിച്ചത്. AD 30 ഈശോ പഠിപ്പിക്കുമ്പോൾ AD 40 വർഷം കഴിഞ്ഞാൽ AD 70. അതിനുള്ളിൽ ജെറുസലേം ദേവാലയം തകർക്കപ്പെടുകയാണ്. അതുവരെ ജെറുസലേം ദേവാലയം അവിടെയുണ്ട്. യേശു പോയ ദേവാലയമാണ്. അപ്പോസ്തലന്മാരും അവിടേക്കാണ് പോകുന്നത്. ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നതിന് മുമ്പ് അവിടെയുള്ള യഹൂദരെ ക്രിസ്തുമതത്തിലേക്ക് മാറ്റുകയും രക്ഷിക്കുകയും ചെയ്ത വലിയൊരു ദൗത്യം അവിടെയുണ്ട്.
AD 70 ജെറുസലേം ദേവാലയം തകർക്കപ്പെടുമ്പോൾ ക്രിസ്ത്യാനികൾ മലയിൽ കയറി രക്ഷപ്പെട്ടു. യേശു പറഞ്ഞതനുസരിച്ചാണ് സംഭവിച്ചത്. ഈ ഒരു വസ്തുതയ്ക്ക് വേണ്ടി ജെറുസലേം ദേവാലയത്തിൽ അവർ ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനസ്സിലാക്കണം. അതായത് യേശുവോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാൻ ഇത് പുനരുദ്ധരിക്കും. അവന്റെ ശരീരഭാഗം നാണയത്തെ പറ്റിയാണ് അവൻ പറഞ്ഞത്. ബൈബിളിലെ വചനം. അതായത് ജെറുസലേം ദേവാലയത്തിന് യേശു ക്രിസ്തു തന്റെ ശരീരത്തോട് ഉപമിച്ചു. അതിനാൽ യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടതുപോലെ ജെറുസലേം ദേവാലയം തകർക്കപ്പെടും. എപ്പോൾ വരും ആ രാജ്യം എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നത്, യാക്കോബിന്റെ പ്രാർത്ഥനയെ പറയുന്നത്, മുട്ടിന്റെ തഴമ്പ്, അവന്റെ മുട്ടിന്റെ തഴമ്പുള്ളത് പ്രകാരം നശിപ്പിക്കപ്പെടുകയില്ല. ജെറുസലേമിലെ മെത്രാനായ ചെറിയ യാക്കോബിന്റെ പ്രാർത്ഥനയുടെ ഫലമായി നിൽക്കുന്ന ജെറുസലേം ദേവാലയം, ആ ദേവാലയത്തിന്റെ ഗോപുരത്തിൽ നിന്ന് ചെറിയ യാക്കോബിനെ യഹൂദർ താഴെയിട്ട് എറിഞ്ഞ് കൊല്ലുന്നതോടുകൂടി ജെറുസലേം ദേവാലയത്തിന്റെ നാശം ആരംഭിച്ചു. അതുവരെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ, അതായത് ദൈവത്തിന്റെ മഹത്വം ജെറുസലേം ദേവാലയത്തിൽ നിലനിന്നിരുന്നു. അവിടേക്കാണ് പൗലോസ് പോകുന്നത്. ഇത് മനസ്സിലാക്കണേ. അപ്പോൾ ആദിമസഭയിലെ ജെറുസലേം ദേവാലയത്തിന് പ്രസക്തിയുണ്ടോ? ഉണ്ട്. അതിനുള്ള ബലികൾക്ക് പ്രസക്തിയുണ്ടോ? ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയുടെ മുന്നാസ്വാദനങ്ങളായിരുന്നു ആ ബലി എന്ന രീതിയിൽ അവർ സ്വീകരിച്ചിരുന്നു. AD 70 ദേവാലയം തകർക്കപ്പെട്ടതോടുകൂടി ജെറുസലേമിന്റെ അവസ്ഥ, സാഹചര്യം എന്ന് പറയുന്നത് അത് മാറ്റപ്പെടുന്നു. പുതിയ ജെറുസലേം എന്ന രീതിയിൽ സഭ കടന്നു വരുന്നു. ഇതാണ് ദാനിയേൽ പ്രവാചകൻ പറയുന്ന 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത്. ജെറുസലേം ദേവാലയത്തിന്റെ തകർച്ച എന്ന് പറയുന്നത് ദാനിയേൽ പ്രവാചകൻ പറയുകയാണ് 70 ആഴ്ചവട്ടം, 500 വർഷക്കാലം. 62ാമത്തെ വർഷത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കാലഘട്ടത്തിൽ അഭിഷേകം ഛേദിക്കപ്പെടുന്നു. പിന്നീട് 40 വർഷം 70ാം ആഴ്ചവട്ടത്തിൽ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. അവിടെ നിന്ന് ഇതാ മഹാമേരു, വലിയൊരു പർവ്വതം, എവിടെ നിന്ന് എറിഞ്ഞ കല്ലിൽ നിന്ന് വീഴുന്നതായി സഭ. ഇത് തന്നെ വെളിപാട് പുസ്തകത്തിലും സ്വർഗീയ ജെറുസലേമായി ബാബിലോണിനെ മാറ്റുന്നത് ബൈബിളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു കണക്ഷൻ ഇവിടെ ഉള്ളത് അറിയാത്തതുകൊണ്ട്, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അറിയാത്തതുകൊണ്ട്, ഇദ്ദേഹം ഈ ജെറുസലേം ദേവാലയത്തിൽ ഇതാ യാക്കോബ് പറയുന്ന കുറെ പ്രമാണം അനുസരിക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ അവതരിപ്പിച്ചു, ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ചെയ്യാൻ. കാരണം ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം അറിയാതെ ഈ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്. ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് വരികയാണ്. ഈ 3 ചോദ്യങ്ങൾ കഴിയുന്നതോടുകൂടി ഇദ്ദേഹത്തിന്റെ ചോദ്യം കഴിഞ്ഞ് ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ഒരു ഫ്ലഡായി. ആ ചോദ്യപ്രകാരമായിരുന്നു, പരിച്ഛേദന നിങ്ങൾ ആചരിക്കുന്നത് ദൈവം പറഞ്ഞിട്ടാണ് എന്നുള്ള ഉത്തരം മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം ഇതിൽ ശാസ്ത്രങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. വേറെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ഖുർആനിലോ മറ്റൊന്നും കാരണം അത് പറയാം. അവർ പറഞ്ഞു ദൈവം പറഞ്ഞു അനുസരിക്കും. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടു, യുദ്ധ അനുസരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. യുദ്ധ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ ഭർത്താവ് മരിച്ചാൽ 3 മാസക്കാലം മുറിക്കുള്ളിൽ അടച്ചിട്ട് പരപുരുഷനെ കാണാതിരിക്കും. അപ്പൊ ഇതെന്തിനാണ് ആ കാലഘട്ടത്തിൽ നിയമം അനുസരിച്ച്, ആ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം, ലോജിക്കലി മനസ്സിലാക്കാം. ഗർഭിണി അല്ല എന്ന് തെളിയുന്നതിന് വേണ്ടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ലോജിക്കൽ റിസൺ. അതിന് മറ്റു പല കാരണങ്ങളുണ്ടെന്ന് അവർ പറയുന്നതായിക്കോട്ടെ. അപ്പൊ ഇതിന് ലോജിക് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ലോജിക്ക് പറയാൻ സാധിച്ചില്ല, പ്രമാണം പറയാൻ പറ്റും എന്ന രീതിയിലാണ് പറയുന്നത്. ഇത് തന്നെ നിയമത്തിന്റെ വിഷയം. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ എടുക്കുന്നു? ദൈവം തന്നു മനസ്സിലാക്കി. ഇതാണ് ദൈവിക നിയമമല്ല എന്നുള്ളതിന്റെ തെളിവ്. കാരണം നിയമം എന്ന് പറയുന്നത് ദൈവിക നിയമമാണെങ്കിൽ ആകാശം കടന്നു പോയാലും ഭൂമി മാറ്റപ്പെട്ടാലും എന്നേക്കും നിലനിൽക്കും. യേശുവിന്റെ നിയമം അപ്രകാരമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? യേശുവിന്റെ നിയമത്തിന്റെ ബലഹീനതയെ എടുത്ത് കാണിക്കുക. ഈ വലതുകാരനെ തിരിച്ചുള്ള ഇടതുകാരനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കോടതിയിലുണ്ടെങ്കിൽ ഞാൻ ഇവനെ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റുമോ? കാരണം ജഡ്ജി എന്ന് പറയും മറ്റേ കാരനെ കാണിച്ചു കൊടുക്കുക എന്നേ പറയുള്ളൂ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടാവുകയില്ല എന്നാണ് പറയുക എന്നാണ് ഇദ്ദേഹം അവതരിപ്പിച്ചത്. അത് കാരണം യേശുവിന്റെ നിയമത്തിന് യാതൊരു വിലയുമില്ല.
അതൊന്നും ഭൂമിയിൽ ഒരാൾക്കും ജീവിക്കാൻ സാധിക്കാത്തതാണ്. ഞാനതിന് പറഞ്ഞു, യേശു ദൈവമാണ്. യേശുവിന്റെ നിയമം ദൈവിക നിയമമാണ്. മനുഷ്യന്റെ കുറവിനനുസരിച്ച് നിയമം മാറ്റാൻ പറ്റുമോ? ദൈവത്തിന് നിയമം മാറ്റാൻ പറ്റുമോ? മാറ്റമില്ലാത്ത ദൈവത്തിന് നിനക്ക് ഇത്ര കുറവുണ്ടല്ലോ, നിനക്ക് ഈ നിയമം ഇരിക്കട്ടെ, ഇങ്ങനെ നിയമം മാറ്റി കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. ദൈവത്തിന് ഒരു നിയമം തന്നെ ഉള്ളൂ. എല്ലായിടത്തും ഒരു നിയമം തന്നെ പാടുള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലും ഒരു നിയമം തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ നിയമത്തിലേക്ക് വളരുക എന്നതാണ് മനുഷ്യന്റെ കടമ. ഇന്ന് ലോകത്ത് ഈ നിയമം വഴിയ ലോകത്ത് ജീവിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായ ഉദാഹരണം പറഞ്ഞു. ഒരു പിതാവിന് 2 മക്കളുണ്ട്. ഒരുവൻ മറ്റവന്റെ കവളത്ത് അല്ലെങ്കിൽ കണ്ണുകുത്തി പൊട്ടിച്ചു. ആ പിതാവ് പറയുമോ? മറ്റവന്റെ കണ്ണുകുത്തി പൊട്ടിച്ച് പറയുന്നു. സ്നേഹനിധിയായി പിതാവ് പറയുന്നു. ഇങ്ങനെ സ്നേഹനിധിയായി പിതാവ് പറയുമ്പോൾ പിന്നെ ദൈവം പറയുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ ദൈവം കണ്ണുകുത്തി പൊട്ടിക്കുക, പല്ലടിച്ച് കഴിയുക, തല വെട്ടിക്കളയുക, കൈയും കാലും മുറിച്ച് കളയുക, ഇങ്ങനെയുള്ള നിയമങ്ങൾ നൽകുന്നത് ദൈവമാണോ? ആരെങ്കിലും തന്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു നിയമം കൊടുക്കുമോ? അപ്പോൾ സ്നേഹനിധിയായ ദൈവം അതിന് ഇങ്ങനത്തെ നിയമം കൊടുക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അപ്പോൾ ഈ നിയമങ്ങളിലേക്ക് വളരുക. വേട്ടക്കാരൻ ഇരയുടെ കണ്ണായി മാറണം, ഇര വേട്ടക്കാരൻ ക്ഷമിക്കണം. ഇതാണ് ദൈവിക നിയമം. ഇതിനെ മക്കളാണെങ്കിൽ നമ്മൾ ചെയ്യുക. അപ്പൊ ഇതാണ് യേശുവിന്റെ ദൈവരാജ്യത്തിന്റെ നിയമം എന്ന് പറയുന്നത്. അതിലേക്ക് വളരെ പഠനം. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് നാടുകളിലെ നമുക്ക് ജയിലുകളുണ്ട്. ഞാനോട് പറഞ്ഞതാണ്. ജയിലിന്റെ ഉദ്ദേശം എന്താ? പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ജയിൽ എന്ന് പറയുന്നത് വിധിന്യായം പുറപ്പെടുവിക്കുന്നതിന് മുമ്പുള്ള സൂക്ഷിക്കുന്ന സ്ഥലമാണ്. വിധിന്യായം എന്തായിരിക്കും? അവിടെ കണ്ണുകുത്തി പൊട്ടിക്കുക, അല്ലെങ്കിൽ കൈമുറിച്ച് കളയുക, അംഗവിച്ഛേദം ചെയ്യുക എന്നുള്ള രീതിയിലുള്ള നിയമം, മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് പണ്ട് കാലത്തുള്ള നിയമങ്ങൾ. വ്യഭിചാരിയാണെങ്കിൽ കല്ലെറിഞ്ഞു കൊള്ളുക. അതുവരെ സൂക്ഷിക്കേണ്ട സ്ഥലം മാത്രമാണ് കാരാഗ്രഹം. എന്നാൽ യേശുവിന്റെ പ്രബോധനം വന്നതോടുകൂടി ഈ വ്യക്തികൾ, പാപികളായ വ്യക്തികൾ, അവരുടെ ജീവിത സാഹചര്യം മൂലമാണ് ഈ അവസ്ഥയിലേക്ക് പ്രവേശിച്ചതെന്ന് മനസ്സിലാക്കി ഇവരെ ജയിലുകളിൽ സംരക്ഷിക്കുന്നു. ഭക്ഷണമൊക്കെ കൊടുത്തു സംരക്ഷിക്കുക തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത്. എന്തിനാണ്? ഈ വ്യക്തിക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകാൻ, അതാണ് ആത്യന്തികമായ ലക്ഷ്യം. മാനസാന്തരം ഉണ്ടാകാൻ, അതാണ് വേണ്ടത്. അപ്പൊ ഇതിനെ വേട്ടക്കാരോട് ക്ഷമിക്കാനുള്ള സമയം കൊടുക്കാൻ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ കത്തിക്കുത്തും കലാപങ്ങളും സംഭവിക്കും. ഇവിടെ നിയമം കൈയ്യിലെടുക്കുന്ന രാജാക്കന്മാരുണ്ടാകും. അപ്പൊ അതിനുള്ള സൊല്യൂഷനായിട്ടാണ് ഇവിടെ ഇപ്രകാരം പറയുന്നത്. ഇത് മനസ്സിലാക്കണം. അപ്പൊ ഇത് തന്നെയാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ യേശുവിന്റെ നിയമം തന്നെയാണ് അവലംബിക്കുന്നത്. യേശു പറഞ്ഞ അതേ നിയമത്തിലേക്ക് എത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിലും അതിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ നിയമങ്ങളാണ് ഇന്ന് ഭരണഘടനയിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന പലതും എടുത്തത് ശരീരത്തിനോ എന്നല്ല, മറ്റൊരു ക്രിസ്ത്യൻ രാജ്യങ്ങളിലെ നിയമങ്ങളിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വിഷയം, രസകരമായ 2 വിഷയങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അബ്രാഹത്തെ പറ്റിയാണ് പറഞ്ഞത്. അബ്രാഹം ബഹുമാനിത്തമുള്ളവരാണ്, അതുകൊണ്ട് ബഹുമാനിത്തമാകാം. ഞാൻ അവിടെ ആ ഡിബേറ്റിൽ തന്നെ പറഞ്ഞു, ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല. അബ്രാഹത്തിന് ഒരു ഭാര്യയായിരുന്നു സാറ. സാറയ്ക്ക് മക്കളില്ലാതെ ഇപ്പോൾ ദാസിപ്പെട്ടില്ല. ആരുടെ ദാസി? ഹാഗാർ, സാറായുടെ ദാസി. സാറായ്ക്ക് കുഞ്ഞിനെ കിട്ടി, അബ്രാഹത്തിന് ഭാര്യയായി നൽകി. അവിടെ ഒരു കുഞ്ഞിനെ ലഭിക്കുമ്പോൾ അത് സാറായുടെ കുഞ്ഞായി അറിയപ്പെടുന്ന രീതിയിലാണ് ലഭിക്കുന്നത്. പിന്നീട് സാറായ്ക്ക് ഒരു കുഞ്ഞുണ്ടാക്കുമ്പോൾ ഈ കുഞ്ഞും ഈ സ്ത്രീയും നിഷ്കാസിതരാകുന്നു. അപ്പോൾ സാറ പറയുന്ന കാര്യമുണ്ട്, ഇവർ എനിക്ക് ശല്യമായിരിക്കും, എന്റെ മകനൊരു ഭീഷണിയായിരിക്കും എന്ന് പറയുമ്പോൾ അബ്രഹാം പറയുന്ന കാര്യം എന്താ പറയുക? അവൾ നിന്റെ ദാസിയാണ്, നിനക്ക് ഇഷ്ടമുള്ളത് അവളോട് പ്രവർത്തിക്കുക, എനിക്കൊന്നും ചെയ്യാനില്ല, കാരണം എന്റെ ഭാര്യയല്ല, എന്റെ ദാസിയല്ല. ഇതാണ് അബ്രഹാം പറയുന്നത്. സാറ അവളെ പറഞ്ഞയക്കുന്നു, അബ്രഹാം അവളെ പറഞ്ഞയക്കുന്നു. സാറ മരിച്ചതിന് ശേഷം കെത്തൂറയെ കല്യാണം കഴിക്കുന്നു. 5 മക്കളുണ്ടാകുന്നു. കെത്തൂറ അടുത്ത ഭാര്യ. ഇന്ന് 2 ഭാര്യമാരുണ്ട്. ഒരു ഭാര്യ മരിച്ചിട്ടാണ് മറ്റൊരു ഭാര്യ ഉണ്ടാകും. ഇതാണ് ഔദ്യോഗിക ഭാര്യ. ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വിഷമമായി കാണും. കാരണം ഇസ്മായിലിനാണെന്ന് അവകാശപ്പെടുന്നവരാണല്ലോ മുസ്ലിങ്ങൾ. യഥാർത്ഥത്തിൽ അവർ പലരും മിതിയാൻകാരാണെന്നുള്ളതാണ് ചരിത്രരേഖകളിലും കാണാൻ സാധിക്കുക. മിതിയാൻ എന്ന് പറയുന്നത് കെത്തൂറയുടെ മകനാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് വേണം
ഇതിനെ മനസ്സിലാക്കുവാൻ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം അതുപോലെ പറഞ്ഞ മറ്റൊരു സ്റ്റുപ്പിഡിറ്റി എന്ന് പറയുന്നത്, അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടവും സഹതാപവും തോന്നി. ഇത് സംബന്ധം അത് പത്രോസിന്റെ മുമ്പിലേക്ക് ദൈവം ആകാശത്തലേക്ക് ഇറക്കി കൊടുത്തു. അതിലുള്ളത് എന്താണ്? അതിലുള്ളത് ഇഴജന്തുക്കൾ. പത്രോസ് പറഞ്ഞു, ഞാനിത് ഭക്ഷിക്കുകയില്ല. നീ എടുത്ത് ഭക്ഷിക്കുക. ഞാനിത് ഭക്ഷിക്കുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അപ്പൊ ദൈവം പറഞ്ഞു, ഇത് ഞാൻ വിശുദ്ധീകരിച്ചതാണ്, നീ എടുത്ത് ഭക്ഷിച്ചു കൊടുക്കുക. ഇല്ല എന്ന് പത്രോസിനെ പറഞ്ഞു. 3 തവണ ഈ ഒരു ദർശനമുണ്ടായി. അതിനുശേഷം ദൈവം പറഞ്ഞു, കൊർണേലിയസിന്റെ ഭവനത്തിലേക്ക് പോവുക, വിജാതീന്റെ ഭവനത്തിലേക്ക് പോവുക. പത്രോസ് തന്നെ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ദർശനമുണ്ടായി, ഇതാതിന്റെ വ്യാഖ്യാനം, ഇതാ ഞാൻ അടുത്തേക്ക് വന്നിരിക്കുന്നു, ഞാൻ യഹൂദനാണ്, യഹൂദന്മാരോടൊപ്പം മാത്രം ഇടപഴകി ജീവിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ദൈവം ഇങ്ങനെ ഒരു ദർശനം തന്നു. എന്താ കാരണം? അപ്പോസ്തല പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ കാണുന്നുണ്ടാവും. യേശുക്രിസ്തു സുവിശേഷം ലോകത്തിന് അതിർത്തിക്ക് വരുത്താനുള്ളതാണ്. ആദ്യം ജെറുസലേമിലും ജൂദയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരും. അതാണ് സംഭവിക്കുന്നത്. ജെറുസലേമിൽ പെന്തക്കോസ്ത, യൂദയായിൽ പത്രോസിന്റെ പ്രസംഗം, സമറിയായി അതാണ് 8-ാം അധ്യായത്തിലെത്തുമ്പോൾ ഫിലിപ്പോസ് സമറിയായുള്ളവർക്ക് മാനസാന്തരപ്പെടുത്തുന്നു പറയുന്നത് ലോകത്തിന്റെ അതിർത്തികൾ വരെയും. അതാണ് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ കൊർണേലിയസിന്റെ ഭവനത്തിൽ പോകുന്നത്. ഇതാണ് സുവിശേഷത്തിന്റെ വളർച്ച, യേശു പറഞ്ഞതിന്റെ പൂർത്തീകരണം. ഈ ഒരു സംഭവമാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയത്തെ നമുക്ക് വളരെ വ്യക്തതറിയാം. അശുദ്ധമാണെന്ന് പത്രോസ് കരുതിയ ഭക്ഷണ പദാർത്ഥങ്ങളെ ദൈവം വിശുദ്ധീകരിച്ചതാണ് ഭക്ഷിക്കുക. ദൈവമാണ് പറയുന്നത്. പക്ഷെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൾച്ചർ അനുസരിച്ച് അവന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടാണ് കൊർണേലിയസിന്റെ ഭവനത്തിലേക്ക് പോകും. അശുദ്ധമെന്ന് കരുതിയ ജനത്തോട് സുവിശേഷം പറയുക എന്ന് പറഞ്ഞുകൊണ്ട് 10-ാം അധ്യായം അതിന്റെ ആശയം കൈമാറിയപ്പോൾ അത് വായിച്ചിട്ട് ഈ മനുഷ്യൻ, എനിക്ക് വളരെ സഹതാപം തോന്നി. അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്, ഇത് അശുദ്ധമായ ഭക്ഷണം കൊണ്ടുവന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാനിത് കഴിക്കുകയില്ല, ഞാൻ പ്രമാണം പാലിക്കുന്നവരാണ്. അങ്ങനെ പത്രോസ് പറഞ്ഞതിനാൽ ഈ തളിക മുകളിലോട്ട് പോയി കൊർണേലിയസിന്റെ ഭവനത്തിലേക്ക് വിട്ടുവന്നു. എന്തെങ്കിലും പറയാൻ ഇത്രയൊരു ഫൂളിഷ്നെസ് ആയിട്ടൊരു വ്യാഖ്യാനം ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ സഹതാപം തോന്നി. യഥാർത്ഥത്തിൽ ഇതിനെന്ത് ഞാൻ മറുപടി പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചു. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള നിയമമായിരിക്കും അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. ദൈവം പറഞ്ഞിട്ട് പോലും പ്രമാണം അനുസരിച്ച് എന്ന് പറയുന്നതിലെ യുക്തി എന്താ? അതാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തില് മറ്റൊരു തെറ്റ്. അപ്പൊ ഇതിന് വളരെ വ്യക്തമായി ഞാൻ മറുപടി അവിടെ പറഞ്ഞു, ഒരു പ്രാവശ്യം പറഞ്ഞു. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു സെൻസിന് കഴിവില്ലായ്മ നമ്മളെ അംഗീകരിക്കില്ല. എന്റെ സുഹൃത്ത് ക്യാമ്പ് എടുക്കാൻ വന്ന വ്യക്തി എന്ന് പറഞ്ഞ ബ്രദർ എന്തിന്റെ വിരുദ്ധമൊക്കെ പറയണം, ഇവർക്കൊന്നും മനസ്സിലാവില്ല ബ്രദറെ, ഇത്രയും കുറവുള്ള ആൾക്കാരോട് എന്തിനാ ബ്രദർ സംസാരിക്കണേ എന്നോട് ചോദിച്ചു. ഞാൻ ഇതിന് പരിഹസിക്കില്ല. എല്ലാവർക്കും ബൈബിൾ വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു നഗ്ന സത്യം, വെറുതെ വായിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു സത്യതയാണ്. അദ്ദേഹം ഇങ്ങനെ ഈ ഒരു വീക്ഷണങ്ങളോട് കണ്ടത് കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം. ആ വ്യാഖ്യാനത്തിന്റെ ഒരു പിശക് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്നത്. ഇതാണ് ഈ സംവാദത്തിന്റെ ഒരു ചെറിയൊരു അവലോകനം. രക്ഷയെന്ന് ഞാൻ പറഞ്ഞു, നിയമത്തിലൂടെയല്ല രക്ഷ, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെയാണ്. നിയമം നമ്മൾ അനുസരിക്കണം, അത് അതിനപ്പുറത്തേക്ക് ക്രിസ്തുവിന്റെ നിയമം അനുസരിക്കണം. അതനുസരിക്കുവാനുള്ള കഴിവ് ലഭിക്കുന്നത് കൃപയാലാണ്. അകൃപ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് യേശുവിന്റെ കുരിശുമരണത്തിന് നമുക്ക് ലഭിച്ചത്. മരണമടയുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും. ഇതാണ് പറഞ്ഞത്. മറ്റൊരു വസ്തുത പിന്നെ അദ്ദേഹം പറഞ്ഞത്, ആദാമ്യ പാപം എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നതെന്ന് ചോദ്യം ചോദിച്ചിട്ടു. ഇവര് കരുതുന്നത് പിതാവ് പച്ചമുന്തിൽ നിന്ന് മക്കളുടെ പല്ല് പൊളിച്ചില്ല എന്നതുപോലെ ആദം പാപം ചെയ്തു, അപ്പൊ അതുകൊണ്ട് മക്കൾക്ക് ഇതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന രീതിയിലാണ് ആദാമ്യ പാപം തലമുറകളുടെ കൈമാറുന്നില്ല എന്ന കാര്യം പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആദാമ്യ പാപം? ഉത്ഭവപാപം. പരിശുദ്ധനായിരിക്കുന്ന ആദം പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന്
പാപം ചെയ്തപ്പോൾ പാപിയായിട്ട് പരിശുദ്ധി വസിക്കാൻ കഴിയാതെ ഏതം തൊട്ടെന്ന് പുറത്താക്കപ്പെട്ടു. ഇപ്പൊ ഭൂമിയിലാണെങ്കിൽ ആൾക്കിന്റെ പ്രഥമമായ സവിശേഷത പറയുന്നത് പരിശുദ്ധനായിരുന്നു, ഇപ്പോൾ അശുദ്ധനാണ്. പാപം ചെയ്തു പാപിയായി. ഇവര് പറയുന്നത് പാപം ചെയ്തപ്പോൾ ആദം മാപ്പ് ചോദിച്ചപ്പോൾ ദൈവം ആദത്തോട് മാപ്പ് കൊടുത്തു, നിയമം കൊടുത്തു എന്നവരാണ്. അങ്ങനെയാണോ? മാപ്പ് കൊടുത്തെങ്കിൽ തിരിച്ചയാളോടത്തേക്ക് പ്രവേശിക്കുന്നത്, ക്ഷമിച്ച് നേരോടത്ത് കയറിക്കൊള്ളുക എന്നല്ല പറയേണ്ടിയിരുന്നത്. അപ്രകാരമല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. അപ്പോൾ എന്ത് സംഭവിച്ചു? അശുദ്ധിയിൽ ജനിക്കുന്നത് അശുദ്ധമായിരിക്കും, വിശുദ്ധിയിൽ ജനിക്കുന്നത് വിശുദ്ധമായിരിക്കും. സങ്കീർത്തനത്തിലെ 51 സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നുണ്ട്, ഞാൻ പാപത്തോടെയാണ് ഞാൻ ജനിച്ചത്, അമ്മയുടെ ഉദരത്തിൽ ഗുരുവായിരുന്നപ്പോഴേ ഞാൻ പാപിയാണ്. എങ്ങനെയത് പാപിയായി? അതായത് ദൈവം തന്റെ മനുഷ്യാത്മാവിനെ സൃഷ്ടിച്ച് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ ആ നിമിഷം അശുദ്ധമായ ശരീരത്തിലേക്ക് പ്രവേശിച്ച നിമിഷം തന്നെ ദൈവവുമായ ഒരു ബന്ധം വിട്ടുപോകുന്നു. അതാണ് പാപം. നമുക്ക് ആർക്കെങ്കിലും ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ടോ? ദൈവത്തെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം ഉത്ഭവമാണ്. നമുക്കിപ്പോൾ ദൈവത്തെ കാണാം, ദൈവത്തെ കേൾക്കാം. പരിശുദ്ധാത്മാവുള്ളിൽ വരുമ്പോൾ ഉത്ഭവപാപത്തിന്റെ പാപം നീങ്ങിപ്പോകും. അതിനെ നമ്മൾ സ്നാനം സ്വീകരിക്കുന്നു. അതോടുകൂടി ദൈവമായി ബന്ധം ലഭിക്കുന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ പോകാൻ മതി. ആ ഒരു ബന്ധം നമുക്ക് ലഭിക്കുന്നു. അതിനെയാണ് ഉത്ഭവപാപത്തിൽ പറഞ്ഞ ബന്ധം പോയ അവസ്ഥയെ പറയുന്നത്. ഇപ്പോൾ ഈ സംവാദത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളെ എല്ലാം ഞാൻ സ്പർശിച്ചെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ക്രൈസ്തവ വിഷയത്തിൽ ഈ സംവാദം കണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് സംവാദകരായ ഹംസയ്ക്കും കൂട്ടർക്കും മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വീഡിയോ എടുക്കുന്നു. പിന്നെ നമ്മുടെ ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയാം. ക്രൈസ്തവ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു, ബ്രദർ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോയിരുന്നത്? ഒറ്റയ്ക്ക് അവസാനിപ്പിക്കണ്ടേ? ഇസ്ലാമിലെ ദൈവത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നേ, അവരുടെ ആത്മാവിനെ പറ്റി ചോദിക്കൂ, മുഹമ്മദിനെ പറ്റി ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനേകം പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, കത്തോലിക്കരെന്ന നിലയ്ക്ക് മറ്റു മതത്തെ അപകീർത്തിപ്പെടുത്തിയിട്ട് വേണ്ട നമുക്ക് ക്രിസ്തുവിനെ നൽകാൻ. എനിക്കറിയാം അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അതിൽ തന്നെ അവർ മുറുകേറ്റ് വീണു പോകും. പക്ഷെ അവർക്ക് ക്രിസ്തുവിനോട് സ്നേഹം ഉണ്ടാകുന്നു. രക്ഷയുടെ സുവിശേഷം യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ സന്ദേഹിക്കുന്നു. മാർപ്പാപ്പ പറഞ്ഞതുപോലെ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക, ഈ ഒരു നയം എടുത്തെന്ന് മാത്രം അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഈ ഒരു നയം നമ്മൾ സ്വീകരിക്കണം. ഒരു മതാന്തര സംവാദത്തിൽ നാം സ്വീകരിക്കേണ്ട ഒരു നയം ജയിക്കുക തോൽക്കുക എന്നതല്ല, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക, സുവിശേഷം നൽകുക. ഈ ഒരു ലക്ഷ്യമാണ് ഞാൻ ഈ സഹോദരനുമായുള്ള സംവാദത്തിൽ അവലംബിച്ചത്. അതുകൊണ്ട് നല്ലൊരു ഡയലോഗ് സാധ്യമാക്കി അനേകം മുസ്ലിം സുഹൃത്തുക്കൾ അവരിലേക്ക് സുവിശേഷം കടന്നു വരുവാനുള്ള വലിയൊരു വേദിയെ ഇത് മാറ്റപ്പെട്ടു. എനിക്കറിയാം ഇസ്ലാമിൽ അനേകം പേർ എക്സ് മുസ്ലിമായി പോകുന്നുണ്ട്. കാരണം ഈ ദൈവിക നിയമങ്ങൾ എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട്, ഈ നിയമം ദൈവമാണോ എന്ന് ചോദിച്ചുകൊണ്ട്, പരിശുദ്ധമല്ലാത്ത ദൈവത്തെ ആരാധിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് അനേകം പേർ ഇസ്ലാം മതം വിട്ടുപേക്ഷിച്ചു പോകുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രതിഭാസമാണ്. അവർ മനസ്സിലാക്കണം, യഥാർത്ഥ നിയമം ദൈവം യേശു ക്രിസ്തുവിടെ നൽകിയിട്ടുണ്ട്, പരിപൂർണതയുടെ നിയമം. ആ നിയമം കാലഘട്ടത്തെയും അതിജീവിക്കുന്ന ഇന്നും പ്രസക്തമായ സുവിശേഷമാണ്. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സുവിശേഷത്തിന്റെ പ്രകാശത്തെ നിറയ്ക്കുവാൻ അനുഗ്രഹിക്കട്ടെ. നിഗൂഢ രഹസ്യങ്ങളെ മനസ്സിലാക്കുന്ന ദൈവിക ജ്ഞാനം നിറയ്ക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഉള്ളിലുള്ള മൂട്ടുപടം, ഉള്ളിലുള്ള അന്ധകാരം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ആമേൻ.